Hey everyone, hope you are doing good. ഞാനിവിടെ പരമസുഖമായിരിക്കുന്നു. ഈ ഒരു വീഡിയോ വളരെ ലേറ്റായിട്ടാണ് ഞാൻ ഇറക്കുന്നത്. ഇനിയും ലേറ്റായ അതിലും ലേറ്റാവും. അത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഞാനിതിൻ്റെ റീസൺ അല്ല ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ എന്തിനാണെന്നല്ലേ, ഈ വീഡിയോ എൻ്റെ 2 ഫ്രണ്ട്സ്, അതായത് ഹസ്ബൻഡും വൈഫായ അപർണയും സാഗറും എന്നെ ഏൽപ്പിച്ചൊരു ടാസ്ക്കാണ്. അപ്പം അപർണ എൻ്റെ അടുത്ത് പറഞ്ഞു, സാഗറിൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്കൊരു സർപ്രൈസ് കൊടുക്കണം, എന്നെ അതിനൊന്ന് ഹെൽപ്പ് ചെയ്യണം. സാഗർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപർണയ്ക്ക് ബേബി ഷവർ കൊടുക്കണം, അതൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കണം, പ്ലാൻ ചെയ്യാൻ പറ്റുമോ എൻ്റെ അടുത്ത് ചോദിച്ചു. കൊള്ളാം, രണ്ടും ഒരേ ദിവസമാണ് വന്നത്. ആൻഡ് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സർപ്രൈസ് ഉണ്ട് എന്നുള്ള കാര്യം അറിയില്ല. ഒരാൾ വിചാരിക്കുന്നത് ഒരു സർപ്രൈസാണ്, പക്ഷേ 2 സർപ്രൈസ് രണ്ടുപേരെയും കാത്തിക്കുന്ന കാര്യം ഇവർക്ക് 2 പേർക്കും അറിയില്ല. അപ്പോൾ അപർണ ഏതായാലും ഒരു ഡെക്കറേഷൻ ടീമിനെ ഏൽപ്പിച്ചു. അവരെ കോൺടാക്റ്റ് എനിക്ക് തന്നു. അവർ നമ്മളെ ഫ്ലാറ്റിൽ വന്നത് ചെയ്യും എന്ന് പറഞ്ഞു ഡെക്കറേഷൻ. അപ്പം പിന്നെ ഈ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഇപ്പുറത്തെ ഒരു റൂമിലും കൂടെ ഒരു ഡെക്കറേഷൻ ചെയ്യണം, ഈ കാര്യം അപർണയോട് പറയരുത് എന്ന് പറഞ്ഞു. അവൾക്ക് സർപ്രൈസാണ് പറഞ്ഞു. അങ്ങനെ ഒരു കിടിലൻ സർപ്രൈസാണ് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞാൽ അവർ 2 പേരും ഇവിടെ എത്തി. അപ്പോൾ അപർണേൻ്റെ മുഖത്തുള്ളത് സാഗറിനുള്ള സർപ്രൈസാണെന്ന്, സാഗറിൻ്റെ മുഖത്തുള്ളത് അപർണയ്ക്കുള്ള സർപ്രൈസാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം സാഗർ ഒരു റൂം തുറന്നു. അപ്പോൾ സാഗറിന് ഡൗട്ടായി, ഇത് സാഗർ പറഞ്ഞ ഡെക്കറേഷൻ ആദ്യമേ സർപ്രൈസ് പൊട്ടിയോ എന്നുള്ളത്. അപ്പം സാഗറിന് മനസ്സിലായി ഇത് സാഗറിൻ്റെ ഡെക്കറേഷനാണ്, ഇനിയുള്ള സർപ്രൈസസ് ഫോർ അപർണ. അങ്ങനെ സാഗർ സർപ്രൈസ് കിട്ടി ഹാപ്പിയായി. അവളാണെങ്കിൽ അവന് സർപ്രൈസ് കൊടുത്ത സന്തോഷത്തിൽ അതിലേറെ ഹാപ്പിയായി. ഒരു കേക്കും കൂടെ ഞങ്ങൾ ഫ്രിഡ്ജിൽ കണ്ട സ്ഥിതിക്ക് ആ കേക്ക് അപർണയ്ക്ക് ബേബി ഷവറിന് വേണ്ടി വാങ്ങിയതാന്നുള്ളൊരു ഡൗട്ട് അവൾക്ക് എന്തായാലും തോന്നിയിട്ടുണ്ടാവും, ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇങ്ങനൊരു ഡെക്കറേഷൻ തൊട്ടപ്പുറത്തെ റൂമിലുള്ള കാര്യം അവൾക്കൊരു പിടിയുമില്ല. എന്തായാലും എല്ലാം ആസ് പെർ പ്ലാൻ പോയതുകൊണ്ട് ഞാനും ഹാപ്പിയാണ്. ബിക്കോസ് ഞാനും ഇതിൽ അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ടുണ്ടല്ലോ, ഞാൻ മാത്രമല്ല ബാക്കി ഫ്രണ്ട്സും ഇട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് ഈ വീഡിയോ ഞാൻ ലേറ്റായി എന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ എടുക്കുമ്പോൾ അപർണയ്ക്ക് 7 മാസം, ഇപ്പോൾ അവൾക്ക് 9 മാസം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പം ലാസ്റ്റ് കുട്ടി ജനിച്ചതിന് ശേഷമായിരിക്കും ബേബി ഷവർ വീഡിയോ വരുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ വേഗം അതങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാഗറിൻ്റെ സർപ്രൈസും കഴിഞ്ഞു, സാഗറിൻ്റെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താ? അപർണേൻ്റെ സർപ്രൈസ്. ഇവിടെ വെക്കുന്ന എല്ലാവർക്കും അറിയാം ഇനി നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് അപർണയ്ക്കുള്ള സർപ്രൈസ് ആണെന്നുള്ളത്. അത് അപർണയ്ക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. ആകെ ഇപ്പോൾ അവൾക്ക് ബേബി ഷവറിൻ്റെ ഒരു കേക്ക് ഉണ്ടെന്നും ആ കേക്ക് ഇവൻ്റെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യാമെന്നുള്ളൊരു വിചാരത്തിലാണ് അവൾ എന്തായാലും നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വിചാരം നമുക്ക് നൈസായിട്ട് അങ്ങ് പൊളിച്ചു കൊടുക്കാം. അപ്പുറത്താ ഇതും കണ്ടിരുന്നു പറയാൻ അതാണ് അർജു പറഞ്ഞതല്ലേ, കുപ്പായ വീട് മാറ്റേണ്ട ആർക്കും എല്ലാരും കാണും. സത്യമാണ്, അവിടെ നാളെ ചെയ്യും. പക്ഷെ അതേ കള്ളത്തപ്പോ ഇവരോട് ഞാൻ എഴുതാൻ പറഞ്ഞത് പ്രിൻസ് ഓർ പ്രിൻസസ് കമ്മിങ് സൂൺ, പ്രിൻസ് ഓഫ് പ്രിൻസസ്. അത് ആ എഫ് ഒന്നും ഇങ്ങനെ ആക്കി നിനക്ക് ആറാക്കാൻ പറ്റില്ല. എങ്ങനെ ഉണ്ടായി അപ്പൊ ഈ ഡബിൾ സർപ്രൈസ്? അതായത് 2 പേർക്ക്
ഒരേ ദിവസം ഒരേ വീട്ടിൽ വെച്ച് അപ്പുറത്തെ റൂമിൽ ഒരു സർപ്രൈസ് കൊടുത്തു. ഞാനും ഹാപ്പി, അവരും ഹാപ്പി, ബാക്കിയുള്ളവരെല്ലാം ഹാപ്പി. ഈ ഡെക്കറേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വീട് അലങ്കോലാവെന്ന് പറയുന്നത് സത്യമാണ്. കാരണം 2 റൂമിൽ ഡെക്കറേഷൻ. ഞങ്ങൾ ആ രാത്രി കിടന്നുറങ്ങിയത് ഈ പറയുന്ന സ്റ്റാൻഡും ബലൂണും എല്ലാത്തിൻ്റെയും നടുവിലായിരുന്നു. കാരണം ഈ സാധനം അവർ നെക്സ്റ്റ് ഡേ കൊണ്ടുപോകാൻ വരുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ നൈറ്റ് നമ്മളിത് സഹിക്കണം. പിന്നെ ഈ ബലൂണെല്ലാം ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് അടിച്ചു വാരി കൊണ്ടുപോകാനും പറ്റുള്ളൂ. പിന്നത്തെ പ്രശ്നം, ഇത്രയും കേക്ക് ആര് തിന്ന് തീർക്കും? കുറേ കേക്ക് ഉണ്ട്. 2 ഇവൻസിൻ്റെ കേക്കാണ് ഞങ്ങളിൽ കിടക്കുന്നത്. അപ്പോൾ പരിപാടിയൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതിന് ശേഷം ഞങ്ങളെല്ലാവരും മറ്റേ ഡാഡ് ടു ബി അല്ലെങ്കിൽ ഗേൾ ആണോ ബോയ് ആണോ എന്നുള്ള ആ ഒരു മറ്റേ കുഞ്ഞി സാധനം ഇല്ലേ, സ്റ്റിക്കിൽ പിടിക്കുന്ന അങ്ങനത്തെ സാധനം എല്ലാം പിടിച്ച് ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്ത് അന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്തു. എന്തായാലും സർപ്രൈസ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അതെന്തായാലും അറിയിക്കും. നിങ്ങൾ ബാക്കിയുള്ള വീഡിയോ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ഇത് തുറന്നിടണം. അതവിടെ കൊടുത്തോ. എനിക്ക് ഉൾക്കുത്തിയല്ലേ? ഉൾക്കുത്തിയോ? അതാണ് സാധനം. ഞാൻ വിചാരിച്ചു മറ്റേ ഈ സാധനം ഇല്ലേ, പ്ലസും ഫീമെയിലും മെയിലും കാണിക്കുന്ന ഒരു സാധനം. സാധനം ഒന്നും കൂടെ അല്ല, നിങ്ങൾക്ക് 2 പരിപാടി ഉണ്ടെന്ന് അറിയില്ലായിരുന്നോ? എനിക്കറിയില്ല. എല്ലാവരും നോക്കിക്കേ. ഹെഡ്സെറ്റ് അറിയോ? പോളിവൈഗർ ഒജപ്ര ഏതെങ്കിലും എടുക്കാം. 16,000, 46,000, 50,000 രൂപന്റെ ഹെഡ്സെറ്റ്. ലാപ്ടോപ്പ് ഒക്കെ 3 ലക്ഷം രൂപ. ആരോഗ്യത്തിന് കേടാണ്, 2 വർഷം ഉപയോഗിക്കാവും. അത് തിരിച്ചു പിടിക്ക്. ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ. കുഞ്ഞിക്കളി കളിക്കല്ലോ ആവട്ടെ. ഇത് പോയി ഇത് വെക്കും. ഫോട്ടോ എടുത്തല്ലോ. സോറി. അയ്യോ, അടുത്തേക്കുണ്ടല്ലോ. പാട്ട് പാടുകയും ബേബി ഷവറിന് എന്ത് പാട്ടാ പാടുക? ആ പാട്ടേക്ക് ബേബി ഷാക്കിന് മറ്റേ ഇത് ചെയ്യണം. അച്ഛനെ കൊടുക്കുന്നുണ്ട് കേട്ടാ. നിങ്ങൾ തന്നെ കഴിച്ചു തീർക്കണം. കേക്കിന് എന്ത് കഴിയും? നട്ടിച്ചു